അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സംസ്ഥാനത്ത് അവയവദാതാക്കളുടെ എണ്ണത്തിൽ വർധന. 2025 മാത്രം നടന്നത് 77 അവയവ മാറ്റമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. 2024 ആകെ 33 അവയവ മാറ്റം മാത്രമാണ് നടന്നിരുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 7 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടന്നു. ഈ വർഷം 2 മാസത്തിനിടെ 6 പേർ അവയവങ്ങൾ ദാനം ചെയ്തു. മരണാനന്തര അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. MJ പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MJ പ്രതീഷ്, കുഞ്ഞാലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോഴാണ് നമ്മൾ മൊത്തം കേസുകളൊന്ന് പരിശോധിച്ചത്. അതിൽ വളരെ പോസിറ്റീവായിട്ട് കണ്ടത് ആളുകൾ കൂടുതൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്, അല്ലേ പ്രതീഷ്? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ആലിൻ കേരളത്തിന്റെ തന്നെ വേദനയാണ്. പക്ഷേ ആ ഒരു കുടുംബം എടുത്ത ആ ഒരു തീരുമാനം അത് മറ്റ് പല കുടുംബങ്ങളിലേക്കും വെളിച്ചം വീശി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് കേരളത്തിന് തന്നെ, അല്ലെങ്കിൽ കേരളം ഒരു മാതൃക കാണിച്ചു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറേ കാലം, ഒരു 2 വർഷം മുമ്പ് വരെ കേരളത്തിൽ അവയവദാനം വളരെ കുറവായിരുന്നു. അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലടക്കം ആളുകൾക്ക് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആശുപത്രികളിൽ മരണാനന്തര അവയവദാനം, മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിലും ഡോക്ടർമാർക്കിടയിൽ പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അവയവദാനത്തിനായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു എന്നതാണ് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. 2025 മാത്രം 77 അവയവ മാറ്റങ്ങൾ നടന്നു എന്നതാണ് സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 അതിന്റെ എണ്ണം 33 മാത്രമായിരുന്നു. ഇരട്ടിയിലധികം വർധന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ അവയവമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആളുകൾ അതിൽ നിന്ന് ഒരു പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ പിന്നീട് പല മാതൃകകളും നമുക്ക് മുന്നിൽ വന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ സന്നദ്ധത അറിയിച്ചു. അങ്ങനെയാണ് ഈ അവയവ മാറ്റം, ഒപ്പം അവയവദാനത്തിലടക്കം വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 2024 33 ആയിരുന്നത് 2025 ആയപ്പോഴേക്കും 77 ഉയർന്നിട്ടുണ്ട്. 2026 ഈ കഴിഞ്ഞ ദിവസം വരെ 6 പേരാണ് സംസ്ഥാനത്ത് അവയവദാനം നടത്തിയത്. അതുവഴി പല ആളുകൾക്കാണ് പുതിയ ഒരു ജീവിതം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം വീണ്ടും തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കണക്കുകളാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. മാത്രമല്ല, മരണാനന്തര അവയവദാനത്തിന് സമ്മതം അറിയിക്കുന്നവരുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലിയ വർധനവുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ നടത്തുന്നവരിലും വലിയ വർധനവുണ്ട് എന്നതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആലിൻ പോലുള്ള പല മാതൃകകൾ മുന്നിൽ നിൽക്കുമ്പോൾ അവയവദാനത്തിൽ പുതിയ ചരിത്രം കൂടി കേരളം കുറിക്കുകയാണ്. അരുൺകുമാർ. താങ്ക് യു പ്രതീഷ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വജീവിതം നിങ്ങൾ അവരിന് കൊടുക്കുന്ന മനുഷ്യരാണ്, അല്ലേ? നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യർ. അന്യജീവനുതകണം നിങ്ങളുടെ സുജീവിതം എന്നുള്ളതാണ്.